ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയാം, നമ്മളിവിടെ കുറേ നാളായിട്ട് വന്നിട്ടുള്ള ഒരു കഴുതുണ്ട്, ഡോങ്കി. മിനിയേച്ചർ കഴുത തന്നെ, മിനിയേച്ചർ ഡോങ്കിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ വളരെ റെയറായിട്ട് കാണുന്ന ഒരു കഴുതാണ് കേട്ടോ. സാധാരണ നമ്മൾ നല്ല ഹൈറ്റുള്ള കഴുതനല്ലേ പൊതുവെ എല്ലായിടത്തും കാണുന്നത്. ഇത് ഹൈറ്റ് കുറഞ്ഞത്. നമ്മളടുത്ത് എപ്പോഴും കുറച്ച് മിനിയേച്ചറിന് നമ്മൾ കൂടുതൽ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടും. നമ്മുടെ കുതിരനെല്ലാം കണ്ടിട്ടില്ലേ, സൂറാനെല്ലാം കണ്ടിട്ടില്ലേ, അതേപോലെ നമ്മളൊരു ഡോങ്കിനെ എടുത്തിട്ടുണ്ട്. കുറച്ച് നാളെ എടുക്കുന്ന സമയത്ത് അവന് ഭയങ്കര എന്താ പറയുക, പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു 2 പറമ്പ് അപ്പുറം നോക്കിയാൽ മതി, അമ്മാതിരി ഓട്ടം ഒന്ന് കയറെല്ലാം പൊട്ടിച്ചിട്ട് ഓടുന്നൊരു കണ്ടീഷനിലാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ കുറച്ച് നമ്മളായിട്ട് അടുപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. എന്നാൽ ഈ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ഫുള്ളായിട്ട് പേടി മാറിയിട്ടൊന്നുമില്ല, എന്നാലും ശരിയാവും. അതേപോലെ രോമത്തിലും കുറേ ഇൻഫെക്ഷനും ഫംഗസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ശരിയായി. നമ്മൾ രോമൊക്കെ ഫുള്ള് ട്രിം ചെയ്ത് എന്നിട്ട് രണ്ടാമത് ഇപ്പോൾ രോമയിൽ കംപ്ലീറ്റ് വന്നതിന് ശേഷവും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ വന്നവർ കൂടുതൽ ആൾക്കാരും കഴുതനെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ കാണുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ബാക്കിൻ്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് 1-2 സംഭവങ്ങൾ കാണാം. നമ്മളെ കൊയ്പ്പൂല്ലേ, കൊയ്പ്പൂവിൻ്റെ ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് കാണിച്ചാൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. കൊയ്പ്പൂവിന് 6 കുട്ടികളെല്ലാം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. നമ്മൾ ആദ്യം പറഞ്ഞില്ല ഒരെണ്ണം കുറച്ച് വീക്കാന്ന്. പക്ഷെ നമ്മൾ അതിന് അഡീഷണലി നമ്മൾ ഫീഡൊക്കെ കൊടുത്തു നോക്കിയിന്. പക്ഷെ എന്നാലും അമ്മ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടാവും. നല്ല ബാക്കി 5 കുട്ടികളില്ലേ, അപ്പോൾ ഒന്ന് വീക്കായി കഴിഞ്ഞാൽ പൊതുവേ അത് നമുക്ക് ആദ്യം തന്നെ തോന്നിനി അത് ചത്തുപോയി. ഇതുണ്ടോ ഇവിടെ കാണുന്നത് നോക്കിയാൽ 2 ആൾ എൻ്റെ ഷൂ കടിച്ച് പൊട്ടിക്കുന്നുണ്ടാ. നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രോത്ത് പെട്ടെന്ന് തന്നെ വന്നിനെ, കാണുന്നില്ലേ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു വലിയ എലിൻ്റെ സൈസായി നോക്കിയേ കേട്ടാ. നല്ല പല്ലുണ്ട് ഇപ്പം തന്നെ. ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ യൂട്യൂബിൽ കഴിഞ്ഞ പ്രശ്നം എന്നറിയോ, ശരിക്കും ഉറങ്ങുമ്പോൾ വായ് പൂട്ടിയിട്ട് ഉറങ്ങാൻ പറയണോ, അല്ലെങ്കിൽ തള്ളനെയും തന്തനെയും പോലെ വലിയ പല്ല് പുറത്തേക്ക് വരും. അത് കണ്ടിട്ട് കുറേ ചിരിച്ചൊരു കമൻ്റായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയതുണ്ടാ, അതിൻ്റെ പല്ല് ആ ഫ്രണ്ടിലെ 2 പല്ല് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടോ. അത് അവരുടെ ഒരു രീതി തന്നെ. അങ്ങനെ എന്താ അതുണ്ടാവും, വലിയ എന്താ പറയുക, വലിയ കട്ടിയുള്ള വേരുകളൊക്കെ കടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പല്ല് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ള സാധനമൊക്കെ കടിച്ച് പൊട്ടിക്കും. ഇപ്പം എൻ്റെ ഷൂ കടിച്ച് മുറിക്കുകയെന്ന് വരും. ആകെ അത്രയേ ഉള്ളൂ, ചെറിയ ഇത്തിരി പോകുന്ന സാധനവും നമ്മളെ ഷൂ കടിച്ച് പൊട്ടിക്കുന്നു. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം അല്ലേ, അടിപൊളി. ഇവനൊന്ന് വെള്ളത്തിലിറക്കി നോക്കിയാലോ. പിന്നെ ഞാനായിട്ടൊന്നും ചെയ്യാൻ തോന്നില്ല, അവർ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ്. എല്ലാവരും ഇങ്ങനെ നോക്കുവേ, ഇത് കുറേ എലിൻ്റെ കുട്ടികളൊക്കെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എലിക്കുട്ടികളല്ല, അവരുടെ മക്കളാണ്. അതേപോലെ നമ്മളെ മെയിലിനെ ഇവരുടെ അച്ഛനെ നമ്മുടെ അമ്മ തീരെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, തീരെ വെള്ളത്തിലിറങ്ങാൻ വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാത്തതുകൊണ്ട് ഓൻ്റെ കൊല നോക്കിയാൽ നല്ല ഭംഗിയായി, നല്ല ഡ്രൈ ആയി. സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ഇവരെ കാണാൻ. അവർ പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ തന്നെ അടുത്ത മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങിയിനി. പക്ഷേ ഇപ്പോൾ തീരെ അടുപ്പിക്കുന്നില്ല, വെള്ളത്തിലൊന്നും ഇറങ്ങാനേ സമ്മതിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിനെ കടിച്ചിട്ട് വരാം ഫീമെയിൽ. അതാണ് ഇപ്പോൾ പരിപാടി. അത് കയറി മേലെത്തിയേ ഇതാ. എന്തായാലും അടിപൊളി സംഭവം തന്നെ കേട്ടോ. പിന്നെ ബ്രീഡായാൽ പിന്നെ എല്ലാവരും ഇതിന് നല്ല എൻക്വയറി ഉണ്ട് കേട്ടോ, എല്ലാവർക്കും വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കാനൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല. എന്തായാലും കുറേ എണ്ണാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. അതേപോലെ നമ്മളെ മരണപ്പെട്ട കൊയ്പ്പൂവിനെ കാണിച്ചു തരാം. അതേപോലെ ഇതല്ല, അമ്മ വന്ന് നോക്കുന്നുണ്ട്. അമ്മ വന്ന് ഇവിടെ നിന്നാണ് ഫീഡിങ്ങും കാര്യങ്ങളെല്ലാം. അവർക്ക് പുല്ല് ബെഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിന്. അതാ 2 ആൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 2 ആളാ ചെറുതുണ്ടായിനി. ഒരെണ്ണം അതിനേക്കാളും ചെറുതാണ്. ആ ചെറുതാണ് ചത്തുപോയത്. എന്താ മരിച്ചുപോയി. പല്ലല് കറക്റ്റ് കാണുന്നുണ്ട് ഇതിൻ്റെ. എന്താ നമ്മൾ ഫുഡൊക്കെ ചെറുതായിട്ട് വായിലെല്ലാം വെച്ച് കൊടുത്തിന്. പക്ഷേ എന്നാലും ചെറുതായിട്ട് കഴിക്കുന്നില്ല ഉണ്ടായിനി. പിന്നെ അമ്മൻ്റെ മിൽക്ക് കിട്ടുന്ന അതിൻ്റെ ഹെൽത്ത് എന്തായാലും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കും സംഭവിച്ചത്. പിന്നെ കൂട്ടത്തിൽ എന്തായാലും ഒന്ന് ചെറുതുണ്ടായി കഴിഞ്ഞാൽ അധികം ഇതുപോലെ മിസ്സാവൽ തന്നെയാണ്. ഓക്കെ, അതല്ലേ ഇവനെ കുഴിച്ചിടല്ലേ. വേണ്ട, ഹെഡെല്ലാം സൈസ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് തീരെ സൈസില്ല, ശോഷിച്ചു പോയി. എല്ലാവരും കാല് കടിക്കാനും ഇത് കൂട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത് നമ്മൾക്ക് ഫുള്ളായിട്ട് തുറക്കാനൊക്കെ പറ്റും, ഇതുപോലെ ഓപ്പൺ ആക്കാനും. അതുപോലെ നമുക്ക് അതിൻ്റെ പിന്നെ എന്താ പറയുക ബെഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഇത് ഫുൾ ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ കാക്കൻ്റെ പ്രശ്നം പേടിച്ചത് എന്താ ചെയ്യുന്നറിയോ, രാത്രിയാകുമ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യും കേട്ടോ. എന്നിട്ട് രാവിലെ വന്നിട്ട് തുറക്കുക, അല്ലെങ്കിൽ രാവിലെ 5 മണി 6 മണി സമയത്തൊക്കെ 6 മണിയെല്ലാം ആകുമ്പോൾ ചെറിയ വെളിച്ചം വരുന്നതിന് മുന്നേ കാക്ക വരും. കാക്ക വന്നിട്ട് ഇതിനെ കൊണ്ടുപോകാൻ ഈസി അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ ഇപ്പോൾ നമ്മൾ കൊയ്പ്പ് പ്രസവിച്ചിട്ട് എത്ര 14 ദിവസം 2 ആഴ്ച ആയി കേട്ടോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പഴം കൊടുത്ത് നോക്കാം. അതുപോലെ കുട്ടിൻ്റെ സൈസ് നോക്കട്ടാ. ബാ 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 കയറി കയറി ഇവിടെ കയറി ബാ ഡാ ബാ ബാ. ഇതാണ് സൗണ്ട് കേട്ടോ ഇവരെ വിളിക്കുന്നത്. ആ സൗണ്ടാക്കി ഓടി വരും. അതേപോലെ ഇവരുടെ ഒരു പ്രത്യേകത കാണിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നത് കേട്ടോ. മുന്നേ ജസ്റ്റ് അടുത്തേക്ക് വന്നേ. ഇവരുടെ സാധാരണ ജീവികളെ എല്ലാം ബ്രസ്റ്റ് എങ്ങനെ ഉണ്ടാവുക, ഫീഡ് ചെയ്യുന്നത് മുൻഭാഗത്ത് ഉണ്ടാവുക. ഇവരുടെ ബ്രസ്റ്റ് എവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ സൈഡിലാണ്. കണ്ട ഇവിടെ നിന്നാണ് ഇവർ പാൽ കുടിക്കാം. നോക്കിയേ കണ്ടാ, ഇവിടെ എല്ലാം കണ്ടാ, ഇവിടെയാണ് ഇവരുടെ ബ്രസ്റ്റ് വരാം. ഇങ്ങനെ വരാം. ഇതണ്ട ഈ സൈഡിൽ തുടക്കിയ ഇതേപോലെയാണ് ഇവർക്ക് ബ്രസ്റ്റ് ഉണ്ടാവുക. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് ആയിരിക്കെങ്കിൽ മനസ്സിലായിനാ. അതുപോലെ ഇവിടെ എല്ലാം ഉണ്ട്. ഇത് അതാ ലൈനിൽ, ഈ ലൈനിലുണ്ടാവുക ഇങ്ങനെ. ഇതാ തിന്നറ ഇതാ, ഇതാ ഇവിടെ ഇതാ, ഇവിടെ ഇതാ. അതെന്തിനാണെന്ന് മനസ്സിലായിനാ. വേറെ ഏതെങ്കിലും ജീവിക്ക് ഇതേപോലെ കണ്ടിട്ടുണ്ടോ? ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മെയിനായിട്ട് പ്രസവിക്കുന്നത്, ഇത് സെമി അക്വാട്ടിക് റോഡൻ്റ് അല്ലേ. അപ്പോൾ പ്രസവിക്കുന്നത് അധികം വെള്ളത്തിൻ്റെ കരയിലായിരിക്കും. വെള്ളവും പിന്നെ എന്താ പറയുക, ഈ പുൽത്തകിടും കാര്യങ്ങളില്ല, വെള്ളത്തിൽ തന്നെ ഈ അരുവി ഈ സൈഡിലെല്ലാം ഇവർ പ്രസവിക്കുക. അപ്പോൾ അവിടെ പ്രസവിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിലാണ് കുട്ടികളുണ്ടാവും അധികം. അപ്പോൾ ഇവരും വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് അടിയിൽ പോയിട്ട് കുടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ബ്രസ്റ്റ് വരെ വരുന്ന ഭാഗം വെള്ളത്തിൻ്റെ മേലെ നിൽക്കും. ഇവർ വെള്ളത്തിലേക്ക് കൂടി നിൽക്കും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇവർക്ക് ഈസി ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ, എല്ലാ ജീവികൾക്കും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. ഇതാ നമ്മളൊരു കുട്ടി പഴം തിന്ന് പഠിച്ചോടാ. അങ്ങനെ ഉണ്ടാവും. ഒരു പുതിയ അറിവായിരിക്കൂലേ അധികം ആൾക്കാരും. ഇപ്പം ഞാൻ തന്നെ ഇത് ഫീഡ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇതെന്താ സംഭവം എന്നുള്ളത്. ഫീഡ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇതെന്താ സൈഡിൽ നിന്ന് കുടിക്കുന്നത്, അപ്പോഴാണ് ഇതിനെക്കുറിച്ച് നോക്കിയത്. അങ്ങനെയൊന്നും ഇത് മനസ്സിലായി കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് സംഭവം നമുക്ക് കണ്ടെത്താൻ പറ്റി. ഇറങ്ങി പോകുന്നുണ്ടോ എനിക്ക് കുട്ടികളിൽ അത്യാവശ്യം വലുതായേ. അതേപോലെ 2 കളർ ബേബീസേ ഉള്ളത്. ഒന്ന് ശരിക്കും നല്ല മറ്റേ ഇതന്നെ വന്നിന്, ആൽബിനോ തന്നെ വന്നിന്. കടിച്ച് കള. ഇവന് അത്യാവശ്യം ഈ കൂട്ടത്തിൽ നല്ല വലുപ്പമുള്ളതും അതേപോലെ ശരിക്കും നല്ല റെഡ് ഐ ആൽബിനോ ആണ് കേട്ടോ ഇത്. ഇവർ കളറും വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല കടി കടിച്ച് കള്ളൻ. നല്ല വലുതായി. ഇപ്പം നല്ല നമ്മുടെ എന്താ പറയുക, ഒരു പെരിച്ചായിൻ്റെ വലുപ്പമുണ്ട് ഇപ്പം തന്നെ. വലിയ പെരിച്ചായിൻ്റെ അല്ല, റെഡ് ഐ അല്ലേ. ഓക്കെ, അങ്ങനെയുണ്ട് കൊയ്പ്പൂ. അടിപൊളിയായില്ലേ. അതുപോലെ മെയിലിന് ഇവർ തീരെ അടുപ്പിക്കുന്നില്ല കേട്ടോ. മെയിൽ പാവം, മെയിലായതിന് ശേഷം ഓനൊന്ന് ഒതുക്കി കളഞ്ഞു ഫീമെയിൽ. കഴിച്ചോ ഇപ്പം അടിയൂടെ നേരെ വന്നിട്ട് ഓനെ കടിക്കും. മെയിലിനിപ്പം നമ്മളെ നോക്കി കണ്ട് ഫീഡ് ചെയ്യുന്ന അവസ്ഥയാണ്. ഓക്കെ, അതാ നമ്മുടെ ഡോങ്കി വന്നിട്ടുണ്ടേ, മിനിയേച്ചർ ഡോങ്കി. അപ്പോൾ നമുക്ക് ഡോങ്കിനെ കാണാം. ബാ ഇവനിതണ്ടാ, ഇതാണ് ഞാൻ പറഞ്ഞത്, പേടി ഇതുവരെ മാറിയിട്ടില്ല കേട്ടാ. പേടി മാറിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടാ മുന്നേ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ഇവന്. ചെവി നോക്കിയേ, നമ്മുടെ കുതിരനെ പോലെയല്ല, ഇവരെ കഴുതൻ്റെ ചെവി എന്ന് പറയുന്നത് നല്ല വലിയ ചെവിയായിരിക്കും കേട്ടോ. കാണുന്നില്ല എന്ത് രസം നോക്കിയേ. അതുപോലെ പിന്നെ നല്ല ഹെയറിയാണ് കേട്ടോ. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ലോണം രോമലിൽ ഫംഗസ് വന്ന് അങ്ങനെ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ എല്ലാം ട്രിം ചെയ്ത് രണ്ടാമത് ഇപ്പോൾ രോമലിൽ കംപ്ലീറ്റ് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ഇനി ചെറിയൊരു നമ്മളെ കണ്ണിന് ചുറ്റും ഒരു വരയും കാര്യങ്ങളെല്ലാം ആയിട്ട്. അതുപോലെ നമ്മൾ പണ്ടേ കഴുതനെ പറയുമ്പോൾ എന്താ, കഴുത ഏറ്റവും ബുദ്ധിയില്ലാത്ത ജീവി എന്നാണ് പറയുക കേട്ടോ. അങ്ങനെയൊന്നുമല്ല, കഴുത വെരി ഇൻ്റലിജൻ്റ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ബുദ്ധിയാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല, അതുപോലെ ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കണ്ട, ഇതാകെ അത്രയും വെയിറ്റ് ഉണ്ടാവും. ഈ കഴുത എന്ന് പറയുന്നവർ എനിക്ക് തോന്നുന്നൊരു 40 കിലോ അല്ലേ വെയിറ്റ് ഉണ്ടാവും. 40 കിലോ പ്ലസ് ഉണ്ടാവുമായിരിക്കും. എന്നാൽ ഇതിൻ്റെ മേലെ വെയിറ്റ് ചിലപ്പോൾ നമുക്ക് 100 കിലോ എടുത്ത് നോക്കാം. അത്രയും ഭാരം താങ്ങാൻ പറ്റുന്ന ഒരു ജീവിയാണ്. അതുപോലെ നമുക്കിപ്പോൾ ഒരു റൂട്ടെല്ലാം പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും.
ഓക്കെ. പിന്നെ ഞാൻ ഈ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഏറ്റവും നല്ല എന്താ പറയുക നല്ല പെറ്റാക്കി വളർത്തുന്ന നമ്മളെ ഡോഗിനെ പോലെ വളർത്താൻ പറ്റുന്ന ഒരു പെറ്റാന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷേ ഇവന് എന്താ പറയുക ഇവൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പണ്ടുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ എന്താണെന്നറിയില്ല, അത് കുറച്ച് അടുപ്പം കാണിക്കൽ കുറച്ച് കുറവാണ്. എന്നാലും ഇപ്പം കുറച്ച് കൂളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ജീവിയാണ് ഡോങ്കി അല്ലടാ. അതുപോലെ ഇവരുടെ ഹൈറ്റ് കണ്ടാ, ഇത് 28 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളൂ കേട്ടോ. സോറി 28 ഇഞ്ച് മാത്രമേ ഹൈറ്റ് ഉള്ളൂ. എന്നാൽ നോർമൽ മിനിയേച്ചറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 ഇഞ്ച് തന്നെ വരുന്നത്. അപ്പോൾ നമുക്കുള്ള നമ്മൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് കേട്ടോ. അയ്യോടാ എന്താ നമ്മുടെ കാലിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ സുന്ദരി? നമ്മൾ അടുത്ത് നിൽക്കാണ്ടിരിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഇതാ പോസ് ചെയ്തിരുന്ന നല്ല ഫോട്ടോക്ക് പോസ് ചെയ്തിരുന്നുണ്ടോ? അടിപൊളിയല്ലേ? ഇവർ ശരിക്കും ആഫ്രിക്കൻ സ്വദേശിയാണ് കേട്ടോ കഴുതകൾ. അതുപോലെ പണ്ട് മുതൽക്കേ നമ്മൾ മനുഷ്യരുമായിട്ട് നല്ല അടുത്ത സഹവാസമുള്ള ജീവിയും കൂടിയാണ്. നമ്മൾ പണ്ട് മുതൽക്കേ ഭാരം എടുക്കാൻ വേണ്ടിയിട്ടും വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് തന്നെ മേലിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുതിരനെ പോലെയല്ല, അതിനേക്കാളും കൂടുതൽ നല്ലോണം വെയിറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ജീവമാണ്. കുതിരൻ്റെ അത്ര സ്പീഡ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അതുപോലെ വലിയ കയറ്റങ്ങൾ കയറാനൊക്കെ ആൾ ബഹുമിടുക്കണം. അതുപോലെ ഇതിന് എത്ര ഏജ് ആയിന്നറിയാം? ഇതിനൊരു കുട്ടി ഉണ്ടായിരുന്നേ, നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടീനെ അവിടുന്ന് കൊടുത്തിട്ടാണ് നമ്മൾ അമ്മനെ മാത്രമേ എടുത്തത്. ഓക്കെ. ഇതിനിപ്പോൾ ഒരു 6-7 വയസ്സായിട്ടുണ്ടാവും. നമ്മൾ എടുക്കുന്ന സമയത്ത് 6 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 7 വയസ്സായിട്ടുണ്ടാവും പ്രായം. ഇവർ ഏകദേശം ഒരു 30-35 കൊല്ലം ജീവിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല പ്രായം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇവൻ്റെ പേരിട്ടെന്താ അറിയോ? ഇവനല്ല കേട്ടോ, ഇവളാണ് ഡയാന എന്നാണ് പേരിട്ടാ. ഡയാന. നമ്മൾ UAE വീഡിയോയിൽ അവിടെ ഒരു ഡയാന എന്ന് പറഞ്ഞിട്ട് കഴുതുണ്ട്, ഓർമ്മയുണ്ട്? അത് വലിയ കഴുതയാണ്, ബ്ലാക്ക് കളർ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പേരിനെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ നമ്മൾ അറബിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കഴുതൻ്റെ പേരും ഡയാന എന്നാണ് കേട്ടാ. ആ രസം നോക്കിയേ. എങ്ങനെയാ കഴുതാൻ എല്ലാവർക്കും ഇഷ്ടമായിനാ? ഇവനെ നമ്മൾ ശരിക്കും കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ഇതുപോലെ പിന്നെ പിടിച്ച് ഫോട്ടോയിലെടുത്ത് ഫീഡൊക്കെ ചെയ്യിക്കാന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. ഇപ്പോൾ ഇത്രത്തോളം ആയില്ലേ അല്ലേ? പിന്നെ കഴുതയ്ക്ക് പൊതുവേ കടിക്കുന്ന സ്വഭാവമുണ്ട്. ഇവൾക്ക് അതൊന്നും ഇല്ല കേട്ടോ, പാവം. പൊതുവേ ഭയങ്കര കടിയന്മാരാണ് കഴുത. ശ്രദ്ധിക്കണം, കഴുതൻ്റെ അടുത്തെല്ലാം നേരെ പോയിട്ട് ആരെങ്കിലും കഴുതനെ കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് തൊടാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയ്യോ. അപ്പോൾ അങ്ങനെ പോയിട്ട് പെട്ടെന്ന് തൊടരുത്. അങ്ങനെ കഴുത കടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. പേടിക്കല്ലടാ, പേടിക്കല്ല കേട്ടാ. ഗുഡ് ഗേൾ അല്ലേ? അതേപോലെ നമ്മൾ ഫീമെയിൽ പിന്നെ കഴുതനെ കണ്ടിട്ട് ആടുന്ന ഒരാൾ കയർ പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ടോർക്കിനെ പുറത്ത് പിന്നെ ഗ്രൂം ചെയ്ത് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നേ. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആടിനെ പുറത്ത് കാണിച്ചപ്പോൾ 1-2 കമൻ്റ് ഉണ്ടായിരുന്നു, ചെറിയ കയറിൽ കെട്ടിയിരുന്നില്ലേ. അത് സംഭവം എന്ന് പറഞ്ഞാൽ അന്നേരം തൽക്കാലം നമ്മൾ അവിടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി കെട്ടുന്നതുകൊണ്ട് അങ്ങനെ കെട്ടിയതാണ് കേട്ടോ. നമ്മൾ സാധാരണ കെട്ടുന്നതെന്ന് പറയുന്നത് വലിയ കയറിലെ കെട്ടാം. അപ്പോൾ അത് എല്ലാത്തിനെയും വലിയ കയറിൽ കെട്ടിക്കഴിഞ്ഞാൽ അവരെന്നെ ഇടികൂടാനും അതുപോലെ ഓടിക്കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കെട്ടിയത് കേട്ടോ. അത് നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട. നമ്മൾ പൊതുവേ അങ്ങനെ ഫ്രീ ആയിട്ട് തന്നെയാണ് വിടാം. സിംഗിളായിട്ട് വിടുമ്പോൾ ഫ്രീ ആയിട്ട് വിടും. കെട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല വലിയ കയറിലെ കെട്ടാം. അത് ടെമ്പററി ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വേറെ പുറത്ത് ചെറിയ കയറിൽ കെട്ടിയതും. അപ്പോൾ 1-2 കമൻറ്റ് അങ്ങനെ കണ്ടിരുന്നു, അതാണ് ഞാൻ തിരുത്തിയത് കേട്ടോ. നോക്കിയാൽ വിളിക്കും നോക്കിയാൽ വാ വാ വാ. അതേപോലെ നമുക്ക് ബോണിനെയും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാം അല്ലേ? ബാബാ ബാബാ ബോണി നോക്കിയോ. പിന്നെ ഇവൾക്കൊരു സ്വഭാവമുണ്ടേ, നമ്മൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു പോക്കുണ്ടേ. ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്താൽ നേരെ ടേബിളിലേക്ക് പോയിട്ടാ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പോയിക്കോ, ഓടിക്കോ, പോയിക്കോ. വിട്ടെന്ന് മനസ്സിലായില്ല. വിട്ടോ പാടാ. പൊട്. മറ്റേ റിമോട്ടിൽ വിട്ടോല്ലേ?
ശരിക്കും ഓട്ടം അങ്ങനെയാണ്, നല്ല മറ്റേ കീ കൊടുത്തിട്ട് വിടുന്ന പോലെ. ഇത് ഇവിടെ കയറുന്നതെന്നാണെന്നറിയോ, നമ്മളെ കുതിരനെ വൈകുന്നേരം പുറത്തിറക്കി കഴിഞ്ഞാൽ, ടോർക്കിനെ ഇറക്കി കഴിഞ്ഞാൽ ഇവൾ ഇതിൻ്റെ അകത്ത് കയറ്റലുണ്ട്. അതായത് ഓർമ്മയില്ലാന്ന് നേരെ വന്ന് കയറിയത്. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നേരെ മറ്റേ സ്റ്റേബിളിലേക്ക് തന്നെ നീ പോയിക്കോ, വീടിന്ന് വിടാം, അപ്പോൾ എന്നെ ഓടിക്കോളും. പോട്. ഇതെന്താ പറയിപ്പിക്കോ? നേരെ സ്റ്റേബിൾ വരെ പോവും. ഓക്കെ, വിട്ടോളൂ. ഇനി അങ്ങനെ തന്നെ പോയിക്കോളും. ക്യാമറമാൻ ബാക്കിൽ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. പോന്ന് നോക്കിയേ, നല്ല ചാവി എടുത്ത് കൊടുത്ത് വിട്ട പോലില്ലേ? നല്ല രസമാണ്. കുതിര ഓടുന്ന പോലെയല്ല, വേറെ തന്നെ ഒരു ഓട്ടമാണ് കളിക്കുന്നുണ്ട്. അത് കൂട്ടിയിട്ടുണ്ടായതല്ലേ? ഓക്കെ, കയറിയില്ലേ? ഇപ്പോൾ തൽക്കാലം നമ്മൾ സൂറിൻ്റെ കൂടെ തന്നെയാണ് പിന്നെ അവളാക്കുന്നത്. ഇവർക്ക് നല്ലൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട്, അവിടത്തേക്ക് മാറ്റണം. അപ്പോൾ അതുവരെ ഇവർ രണ്ടാളും ഒരുമിച്ചാണ് ഉള്ളത്. അപ്പോഴേക്ക് ഏകദേശം നമ്മുടെ സൂറിൻ്റെ പ്രസവത്തിൻ്റെ സമയമാവും. ഓക്കെ, നമ്മൾ സൂറിനെയും കൂടി ജസ്റ്റ് കാണിച്ചേടാ. അയ്യോ സൂറ് ബേബി ബാ. കൈലാസാണ് പിന്നെ കഴുതനെയും കുതിരനെല്ലാം നോക്കുന്നുണ്ട്. അതാ ഫുഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഫുഡ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ കണ്ണൻ്റെ കേജ്, കണ്ണനെ പുറത്ത് ഇത് തന്നെ രാവിലെ നമ്മൾ എല്ലാ ജീവികളെയും പുറത്തേക്ക് തുറന്നു വിട്ടോ. കണ്ണനെ നമ്മൾ കെട്ടിയിട്ട് തന്നെ ഇല്ല, തുറന്നങ്ങ് മേയാൻ വിട്ടിട്ടേ ഉള്ളത്. ഒരു 3 മണിക്കൂറോളം അങ്ങനെ വിടും കേട്ടോ. ഒരു 8 മണി മുതൽ ഒരു 10-11 മണി വരെ അങ്ങനെ തുറന്ന് വിട്ട് ഓപ്പണാക്കി വിട്ടിട്ട് പിന്നേ നമ്മൾ കൂട്ടിലേക്ക് കയറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വെയിലും കിട്ടി, അവർക്ക് നാച്ചുറലായിട്ട് കുറേ നടക്കാനുള്ള സൗകര്യം കിട്ടി, എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ ഓറിയോ ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് രാവിലെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ, മെല്ലനേ കഴിക്കും. സെറ്റായില്ലേ? അടിപൊളിയായില്ലേ? അതേപോലെ നമ്മളെ സൺകണ്ണൂറിൻ്റെ കേജ് പണി ഏകദേശം തീർന്നിട്ടാ, രണ്ടാൾ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് കളർ തീമും കാര്യങ്ങളെല്ലാം. അത്യാവശ്യം നല്ല രീതിയിൽ പറന്ന് വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ വെയിലും പിന്നെ മഴയും എല്ലാം കിട്ടാനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുന്നേ മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്ന് ജസ്റ്റ് കാണിച്ചേ. ഇവിടെ എല്ലാം എന്താ അറിയോ, ഇതെല്ലാം ബ്രീഡിങ്ങിനുള്ള ബോക്സുകളാണ്. പിന്നെ ഇത് ഈ കുറച്ചെണ്ണം മാത്രമല്ല, ഇങ്ങോട്ടേക്ക് തിരിച്ചോ, ഇപ്പുറം കാണിച്ചേ മുനി. ഇതാ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ബ്രീഡിങ്ങിനുള്ള കേജുകളാണ് കേട്ടോ. ഫുള്ള് ബ്രീഡിങ് ബോക്സാണ്. അത് നമുക്ക് പുറത്തുനിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതാ അതേപോലെ നമ്മുടെ ഇതിൻ്റെ വർക്ക് ഇതും ഏകദേശം തീർന്നത്. ഇത് നമ്മൾ സ്മോൾ കോർണറിന് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പെയിൻറ്റിങ് കണ്ടോ, ഇങ്ങനെയാണ് ഇത് പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ചെയ്തേ, കാണിച്ചോ. അല്ല, ഈ കളർ ആദ്യം ഇങ്ങനെ ജസ്റ്റ് അടിക്കും, എന്നിട്ട് അതിൻ്റെ മേലെ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് വാട്ടർ വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാവും, കാണുമ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ല. മെല്ലിൽ വർക്ക് എടുക്കുന്നുണ്ട്, ലൈറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റാക്കിയാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ഈ കേജൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മൾ കുറേ നാളായിട്ട് കാണിക്കാത്ത 2 ആൾക്കാരുണ്ട്. നമ്മുടെ സ്ക്വിറൽ മങ്കി, ഇതാ നമ്മൾ വേംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിക്കുന്ന നോക്കിയാൽ നല്ല സിപ്പപ്പ് കഴിക്കുന്ന പോലെ അല്ല. ഒന്നും പറയണ്ട, ഇവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ മാത്രം ഇവർ ഭയങ്കര അടി കൂടും കേട്ടോ. 2 മെയിൽ കുറച്ചും കൂടി എന്താ പറയുക, ഭക്ഷണപ്രിയനാണ്, കഴിക്കാൻ വിടില്ല. വേണ്ട അതെടുത്തിട്ട് ഓടിയതാ. 2 കയ്യിൽ വെച്ചിട്ട് നിന്ന് നോക്കിയതാ. അതാ ശരിയായ കുരങ്ങിൻ്റെ കളി തന്നെ. എന്താ സ്റ്റൈലല്ലേ? അതാ ബോക്സിലേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാലോ. ബാ എന്നാ സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ മോനെ ഏത് സ്കൂളാ? ലിറ്റിൽ ഫ്ലവർ. ഏതാ സ്ഥലം? കാഞ്ഞങ്ങാട്. എല്ലാവരും വീഡിയോയിലുണ്ടാവും കേട്ടാ, വീഡിയോയിൽ കാണും, നാളത്തെ വീഡിയോയിൽ കേട്ടാ. ഇതെല്ലാം നമ്മളെ ടീംസാണ്. പേരറിയില്ല? അല്ല, ഇക്കൻ്റെ പേരറിയോ? എന്താന്ന് പറ. കിട്ടുന്നില്ലേ? എന്നാലും യൂട്യൂബ് ചാനലിൻ്റെ പേരറിയോ? എന്ത് പേര് സ്റ്റേഷൻ? ഇക്കൻ്റെ പേരറിയില്ല? ജാബിർ. ജാബിർ ലിറ്റിൽ ഫ്ലവർ. ഗേൾസ് സ്കൂളാ? ഓക്കെ.
ആ അങ്ങനെ ഓക്കെ 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 ആ ഓക്കെ ഇവർ 4ാം ക്ലാസ് വരെ ഉള്ളൂ അല്ലേ അവിടെ? ശരി ശരി ശരി. ആ പിന്നെ അങ്ങോട്ടേക്ക് +2 വരെ ഗേൾസ് 4 വരെ ബോയ്സ് അല്ലേ? ഇപ്പം 4ാം ക്ലാസ്സിൽ ഇപ്പോൾ അവർ പോകൂലേ? ഓക്കെ. ഹെഡ് സ്റ്റേഷനിൽ വന്ന എല്ലാവരും ഇതിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ, നല്ല രസമാണ് കാണാൻ വേണ്ടി. എല്ലാവരും മങ്കിനെ മെയിൻ്റാക്കി നോക്കിയതാ, മങ്കിനോട് സംസാരിക്കുന്ന ആൾക്കാരല്ലോ പിള്ളേർ. ഓക്കേ. അതേപോലെ നമ്മൾ കോഴിപ്പോണ്ടിൽ ചെറിയൊരു വർക്ക് എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയോ? പിന്നെ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വേറൊരു സംഭവം ഇതിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായതാ? ഇതിപ്പോൾ വാട്ടർ പ്രൂഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയൊരു ഫിൽറ്റർ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് വലിയൊരു സിസ്റ്റം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഫിൽറ്റർ യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല അടിപൊളി വെള്ളമായിരിക്കും. ഓക്കെ. ഇതുണ്ടോ ഇതെല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന് വേണ്ടിയിട്ട്. ആ താങ്ക് യു താങ്ക് യു. നിങ്ങൾ കാഞ്ഞങ്ങാടാ? ട്രാവൽസ് ആണല്ലേ? നമ്മൾ വീഡിയോ എടുക്കുന്ന സമയമാണ് കറക്റ്റ്. നിങ്ങൾ വീഡിയോ ആണല്ലേ? ആ വീഡിയോയിൽ കാണാം. നമ്മൾ എല്ലാ ശനിയാഴ്ചയും വീഡിയോ ഉണ്ടോ യൂട്യൂബിൽ? ഓക്കെ. പേരെങ്ങനെ? റജി. ഓക്കെ. അപ്പോൾ നമ്മളെ ക്രസ്റ്റഡ് ഡക്കിൻ്റെ 2 കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നിനാ ഇവരുടെ കൂടെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തിട്ടുള്ളേ. നമുക്ക് ജസ്റ്റ് കൊയ്പ്പൂൻ്റെ കൂടെ ഇട്ട് നോക്കാലോ. എങ്ങനെയുണ്ട്? രണ്ട് ഭാഗത്തേക്കാണ് പോയതല്ലേ? പേടിയൊന്നുമില്ല, ഇത് രണ്ടും വെള്ളത്തിൽ ജീവിക്കുന്നതുകൊണ്ട്. എൻ്റെ മോനെ ഇല്ല, പ്രശ്നമൊന്നുമില്ലല്ലേ? ക്രസ്റ്റഡ് ഡക്ക് 2 കുട്ടികളെ കിട്ടിയില്ല. പക്ഷെ ഒരെണ്ണക്ക് ഭയങ്കര പേടി. അപ്പോൾ കുറച്ച് ധൈര്യമില്ലേനും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ചെയ്യോ? മുനി കിട്ടുന്നുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഇവർ പിന്നെ ഹെർബിവോറസാണ്. നമ്മുടെ കൊയ്പ്പൂ നോൺ വെജ് കഴിക്കൂല, അതുകൊണ്ട് പ്രശ്നമില്ല. ഒരുമിച്ച് വിടാം. അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടാ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഓനെന്നെ പേടിയായി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പോവാം. അല്ലല്ല, തിന്നാൻ കൊടുത്തല്ല, വെറുതെ. ഇവർ പിന്നെ സസ്യബുക്കാണ്, ഇത് കഴിക്കൊന്നുമില്ല. അത് വെറുതെ. ഇവർ 2 വെള്ളത്തിൽ ജീവിക്കുന്നല്ലേ, അവരുടെ മക്കളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ, എന്നാലേ നമുക്ക് മനസ്സിലാവട്ടെ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ.